ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവസ്ഥലത്തിൽ കടന്നു വരുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം തന്ന കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും ദൈവത്തെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഒരുമിച്ച് നമുക്ക് ധ്യാനിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 27 അധ്യായത്തിന്റെ 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ്. കർത്താവിനെ അധികാരികൾ മുമ്പായി കൊണ്ട് കർത്താവിനെ നിർത്തുമ്പോൾ പീലാത്തോസ് അവനോടൊരു കാര്യം ചോദിക്കുന്നുണ്ട്. നീ യഹൂദന്മാരുടെ രാജാവാണ്? അവൻ ഉവ്വ് എന്ന് പറയുന്നുണ്ട്. ജീവിതത്തിൽ കർത്താവ് ഇവിടെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം താൻ ആരാന്ന് അതിധൈര്യത്തോടു കൂടെ പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ മുൻപോട്ട് വരുന്ന ചോദ്യങ്ങൾക്കൊക്കെ കർത്താവ് അവിടെ മൗനമായിരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ പറയുന്നുണ്ട്, 12 വാക്യം പറയുന്നുണ്ട്, മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും അവനെ കുറ്റം ചുമത്തുന്നു. അവൻ മിണ്ടാതെ അവിടെ ഇരുന്നു. ദൈവസന്നിധിയിൽ അവിടെ അധികാരികളുടെ മുമ്പേ അവൻ മൗനമായി ഇരുന്നെന്നാണ് പറയുന്നത്. പീലാത്തോസ് അവനോട്, ഇവർ നിന്നെ ഇതൊക്കെ പറയുന്നുണ്ട്, നീ എന്താ പ്രതികരിക്കാത്ത ചോദിക്കുന്നുണ്ട്. കർത്താവ് നല്ല ബോധ്യത്തോടാണ് അവിടെ നിന്നത്. ജീവിതത്തിൽ പിതാവിന്റെ ഇതം നിറവേറ്റുവാൻ ഈ ലോകത്തിൽ കടന്നു വന്ന് അധികാരികൾ മുമ്പേ മൗനമായി നിൽക്കുക എന്ന് പറയുമ്പോൾ ഞാനും നിങ്ങളും ഒക്കെ പലപ്പോഴും ചിന്തിക്കും അത് പരാജയപ്പെട്ടിരിക്കുകയാണ്. അല്ല, കർത്താവ് നമ്മളെ ചില കാര്യങ്ങൾ ഈ ദിവസങ്ങൾ നമ്മൾ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കർത്താവിന് വേണമെങ്കിൽ സ്വർഗത്തിൽ നിന്ന് തന്റെ പിതാവിനോട് ആവശ്യപ്പെട്ട് സഹായം ആവശ്യപ്പെടാറുണ്ട്, അല്ലെങ്കിൽ തന്റെ കഴിവ് വെളിപ്പെടുത്താനുള്ള മുഖാന്തരം ഉണ്ടായിരുന്നു. കർത്താവ് അതിന് അവിടെ സമയം കളഞ്ഞില്ല. കർത്താവിന് വേണ്ടി പീലാത്തോസ് മുമ്പാകെ തന്റെ ശക്തി വെളിപ്പെടുത്താറുണ്ട്. എന്നാൽ ഇവിടെ കർത്താവ് മൗനമായി ഇരുപ്പാനാണ് കർത്താവ് തിരഞ്ഞെടുത്തത്. കാരണം അവന്റെ ദൗത്യം കർത്താവ് പിതാവിന്റെ രക്ഷയുടെ പദ്ധതിയിലായിരിക്കാൻ തന്നെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്ന ദൗത്യം ഏതാണെന്ന് കർത്താവിന് നല്ലപോലെ അറിയാറുണ്ട്. His mission was not to prove his innocence, it was to fulfill God's plan for salvation. ഈ ലോകം നമ്മളെ പഠിപ്പിക്കുന്ന എന്താണ്? നിന്നെ തന്നെ നീ നിന്റെ ശക്തിയെ വെളിപ്പെടുത്തുക, നീ തിരിച്ച് സംസാരിക്കണം, നീ യുദ്ധം ചെയ്യണം, നിന്റെ കഴിവിനെ നീ വെളിപ്പെടുത്തണം. ഈ കാലഘട്ടത്തിൽ നമുക്ക് തരുന്ന പുതിയ പുതിയ കാഴ്ചപ്പാട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എവ്രിബഡി ഈസ് ട്രൈങ് ടു പ്രൂവ് ദംസെൽഫ്. കാരണം they want to get accepted. നമുക്ക് പലരുടെ അംഗീകാരം നമുക്ക് ആവശ്യമുണ്ട്. കർത്താവിന്റെ ആവശ്യമില്ലായിരുന്നു. കർത്താവ് തന്റെ ശക്തി വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ലായിരുന്നു. കർത്താവ് താൻ ആരാന്ന് നല്ല ബോധ്യമുണ്ടായിരുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ജീസസ് ഷോസ് us a different kind of strength. വ്യത്യസ്തമായ ഒരു ശക്തിയാണ് കർത്താവ് നമ്മളെ കാണിക്കുന്നത്. The strength of surrender, the strength of silence. Sometimes the most powerful response is not in words but in the trust. പലപ്പോഴും നമ്മൾ ഒരു കാര്യം ഓർക്കണം, കർത്താവ് നമ്മൾ ചില കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഈ ദിവസങ്ങളൊക്കെ നമ്മൾ പല കാര്യങ്ങൾ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ കർത്താവ് നമ്മളെ ഇന്ന് നമ്മൾ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് പ്രാക്ടീസ് സൈലൻസ്. നിശബ്ദമായിട്ടിരിക്കാൻ കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. പലപ്പോഴും നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ജീവിതത്തിൽ നമുക്ക് ദേഷ്യം വരുമ്പോൾ, നമുക്ക് ഇഷ്ടമില്ലാത്തത് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ പലപ്പോഴും പലരുടെ ചില വാക്കുകൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ പ്രതികരിക്കുന്നത് എങ്ങനെയാണ്? പലപ്പോഴും നമ്മുടെ പ്രതികരണം നമുക്ക് ദോഷമായി തീരും, മറ്റൊരു ദോഷമായി തീരും, അല്ലെങ്കിൽ നമ്മുടെ സാക്ഷ്യം നഷ്ടപ്പെടും. നമ്മുടെ കർത്താവിടെ തന്റെ സാക്ഷ്യം നിറവേറ്റുവാൻ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് അവിടെ ആയിരിക്കുന്ന അധികാരികളെ ബോധിപ്പിക്കാനല്ല, തന്നെ അയച്ച പിതാവിൻ്റെ കൂടെ ഉള്ള ഉടമ്പടി നിൽക്കുമ്പോൾ താൻ എങ്ങനെ ആയിരിക്കണമെന്നതിനെ കുറിച്ച് നല്ല ഉത്തരവാദം കർത്താവ് യേശുക്രിസ്തു ഉണ്ടായിരുന്നു. രണ്ടാം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവിന്റെ പദ്ധതികൾ നമ്മൾ വിശ്വസിക്കുക. ട്രസ്റ്റ് ഇൻ ഗോഡ്സ് പ്ലാൻ. ജീസസ് സൈലൻസ് വാസ് നോട്ട് വീക്ക്നെസ്, ഇറ്റ് വാസ് an obedience. കർത്താവ് നിശബ്ദമായി ഇരുന്നത് അവിടെ പരാജയപ്പെട്ടിട്ടല്ല, അത് കർത്താവ് ദൈവത്തിനുള്ള അനുസരണത്തിലാണ് കർത്താവ് നിശബ്ദമായി ഇരുന്നത്. ഒരു കാര്യം ഓർക്കേണ്ടത്, ജീവിതത്തിൽ പ്രതിസന്ധി, പ്രയാസങ്ങൾ, കഷ്ടപ്പാടൊക്കെ വരുമ്പോൾ ഒരു കാര്യം ഓർക്കേണ്ടത്, ദൈവം നാന്റെ പിന്നാലെ നമ്മുടെ കൂടെ ഉണ്ടെന്ന് ഓർക്കണം. When life feels unfair,
trust that God is working behind the scenes. നമ്മുടെ പുറകിൽ നിന്ന് നമ്മളെ ബലപ്പെടുത്തുന്ന ഒരു ദൈവം ഉണ്ടെന്ന് നമുക്കൊരു ഉറപ്പുണ്ടായിരിക്കണം. മൂന്നാമത് കർത്താവ് നമ്മളോട് കാര്യം പഠിപ്പിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നീ ഈ കാലഘട്ടത്തിൽ നിശബ്ദമായി മാത്രം ഇരിക്കുകയല്ല, കേൾക്കാനുള്ള മനസ്സ് നിനക്കുണ്ടായിരിക്കണം. ഇന്ന് നമുക്ക് അല്പം പോലും ഇല്ലാതെ പോയിരിക്കുന്ന ഇതാണ്, we have no patience to listen to others. അല്ലേ? നമുക്ക് മറ്റൊരു പറയുന്നത് കേൾക്കാൻ സമയമില്ല, മറ്റവർക്ക് കേൾക്കാനുള്ള സമയം കൊടുക്കാൻ നമുക്ക് സമയമില്ല. നമ്മൾ പറയുന്നത് നമ്മൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ കർത്താവോട് പറയാണ്, ടേക്ക് യുവർ ടൈം ടു ലിസൺ, സ്പെൻഡ് ടൈം ഇൻ ക്വയറ്റ് റിഫ്ലക്ഷൻ. ദൈവം നമ്മളോട് പറയാണ്, നീ നിശബ്ദമായി ഇരിക്കുമ്പോൾ നിനക്ക് പുതിയ ശബ്ദങ്ങൾ കേൾക്കാൻ സാധിക്കും. നീ നിശബ്ദമായി ഇരിക്കുമ്പോൾ വേണ്ടാത്ത ശബ്ദങ്ങൾ നിനക്ക് ഒഴിവാക്കാൻ സാധിക്കും. നീ നിശബ്ദമായി ഇരിക്കുമ്പോൾ ദൈവശബ്ദം കേൾക്കുവാൻ നിനക്ക് സാധിക്കും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആരാധന, നമ്മുടെ കൂട്ടായ്മ, നമ്മുടെ ജീവിതത്തിന്റെ സാക്ഷ്യം, ദൈവസന്നിധി നമ്മൾ നിൽക്കുമ്പോൾ നാം എങ്ങനെയായിരിക്കും ചിന്തിക്കേണ്ടതാണ്. കർത്താവ് ഇവിടെ പറയുന്നുണ്ട്, കർത്താവിനെ എല്ലാവരും പല രീതിയിൽ ചോദ്യങ്ങൾ ചോദിച്ചു, അവനെ കുറ്റപ്പെടുത്തി, അല്ലെങ്കിൽ അവന്റെ ജീവിതത്തെ വെല്ലുവിളിച്ചപ്പോൾ കർത്താവ് അവിടെ നിശബ്ദമായിരുന്നു. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവെ, നീ നിശബ്ദമായിരുന്നത് പോലെ എൻ്റെ ജീവിത സംഘർഷത്തിൽ, എൻ്റെ വെല്ലുവിളിയിലൊക്കെ കർത്താവെ നിന്റെ ശബ്ദം കേൾക്കുവാൻ എന്നെ നീ സഹായിക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകൾ അങ്ങനെ ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോലെ, ടീച്ച് മീ ടു ട്രസ്റ്റ് യു fully and surrender my battles into your hands. നമ്മുടെ യുദ്ധങ്ങൾ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവെ, എൻ്റെ ചിന്തകൾ, എൻ്റെ പ്രവർത്തനങ്ങൾ, എൻ്റെ നിശബ്ദ എല്ലാം കർത്താവെ നീ അവിടെ നിയന്ത്രിക്കണമേ. അതിന് ദൈവം നമ്മളെല്ലാവരെയും അവിടെ നിന്ന് സഹായിക്കട്ടെന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.